ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. നാട്ടിൽ ക്രിസ്മസ് വെക്കേഷന് പോയപ്പോൾ എളാപ്പ എൻ്റെ ഉപ്പാൻ്റെ അനിയന് വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ നമ്മൾക്ക് എങ്ങോട്ടെങ്കിലും പോവല്ലേ, വെക്കേഷനൊക്കെ ആയിട്ട് മക്കൾക്ക് എല്ലാവർക്കും കൂടി എൻജോയ് ചെയ്യാമല്ലോ എന്ന്. അപ്പം നമ്മൾ മലപ്പുറംകാർക്ക് ഏറ്റവും അടുത്തുള്ളത് വയനാട് അല്ലെങ്കിൽ നിലമ്പൂർ. അങ്ങനെ വയനാട് നമ്മൾ വേണ്ടാന്ന് വെച്ച് നിലമ്പൂരിലേക്ക് വിട്ടു. പോകുന്ന വഴിക്ക് ഇതേപോലത്തെ ഒരു ഷോപ്പ് കണ്ടു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ സർബത്തും ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ കഴിച്ചിട്ടോ. ആ നിലമ്പൂർ എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് ആ ഒരു ഷോപ്പുള്ളത്. നമ്മൾ പിന്നെ യാത്ര തുടർന്നപ്പോഴത്തേന് നേരം 1 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേന് എല്ലാവർക്കും വിശന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ കഴിക്കാനായിട്ട് ടൂർ പോയതാണോ എന്ന്. അങ്ങനെയൊന്നുമല്ല കേട്ടോ, വിശന്ന് നമുക്ക് കഴിക്കണ്ടേ. ഈ ഒരു ഷോപ്പ് നിങ്ങൾക്ക് അറിയോ? നമ്മളെ ഹനാൻ ഷാൻ്റെ ആ സലീംക്ക എന്ന് പറഞ്ഞിട്ടുള്ള മൂപ്പര ഷോപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ടത് തേക്ക് മ്യൂസിയത്തിലേക്കാണ്. തേക്ക് മ്യൂസിയം നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷേ എല്ലാവരും കൂടി ആയിട്ടൊരു വരവ് ഉണ്ടായിട്ടില്ല കേട്ടോ. അത് ആദ്യമായിട്ടാണ് നമ്മളെല്ലാവരും കൂടി വരുന്നത്. അപ്പോൾ തേക്ക് മ്യൂസിയത്തിൽ ഓരോ തേക്കിനും ഓരോ സ്റ്റോറീസ് പറയാനുണ്ടല്ലേ. അപ്പം മക്കൾക്ക് അതൊക്കെ എൻജോയ് ചെയ്ത് നടക്കുക കേട്ടോ. കുഞ്ഞു മക്കൾക്ക് എന്ത് കണ്ടാലും രസമാണല്ലോ. അപ്പോൾ നമ്മൾ രാത്രി ആകുമ്പോൾ നമുക്ക് കക്കാടംപൊയിൽ പോകാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കക്കാടംപൊയിൽ പോയി. അവിടെ നിന്നൊരു റിസോർട്ട് നമ്മൾ ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ റിസോർട്ടിൽ പോയി അവിടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുറേ നേരം കളിച്ചു. പിന്നെ നമ്മൾ ഡാൻസും പാട്ടും കുറേ നേരം കഴിഞ്ഞിട്ടോ നമ്മളെല്ലാവരും ഉറങ്ങിയത്. നല്ല രസമുള്ള കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഇതാണ് നമ്മളെ ഫാദി, അവനൊരു നല്ല പാട്ടുകാരനാട്ടോ. പിന്നെ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ നമ്മളെ കോഴിപ്പാറ വാട്ടർഫോൾസ് ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയിട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.